കേരളത്തിലെ ടാറ്റ നിക്ഷേപ വിവാദം വീണ്ടും രാഷ്ട്രീയ പോരാട്ടത്തിന് വഴിവെക്കുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വിശദീകരണത്തിനെതിരെ മുൻ വ്യവസായ മന്ത്രി പി രാജീവ്. ടാറ്റയുടെ പേരിൽ മുഖ്യമന്ത്രി നടത്തിയ അവകാശവാദങ്ങളാണ് വിവാദമായതെന്നും ഇപ്പോൾ പറയുന്ന വിശദീകരണം വസ്തുതകൾ മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും പി രാജീവ്. ടാറ്റ ഗ്രൂപ്പിന്റെ കേരളത്തിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട വിവാദം കൂടുതൽ ശക്തമാവുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ വിശദീകരണത്തിനെതിരെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് മുൻ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പ്രതികരിച്ചത്. ടാറ്റ ഈ സർക്കാരുമായി സംസാരിച്ചിട്ടില്ലെന്ന വാർത്ത ശരിയല്ലെന്നും ടാറ്റ കമ്പനി പ്രതിനിധികൾ തന്നെ നേരിൽ കണ്ടതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെന്നുമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ അതല്ല യഥാർത്ഥ വിവാദമെന്ന് പി രാജീവ് ചൂണ്ടിക്കാട്ടുന്നു. അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ടാറ്റ ഷിപ്പ് ബിൽഡിംഗ് മേഖലയിലേക്ക് കേരളത്തിൽ 10,000 കോടി രൂപ നിക്ഷേപിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് വലിയ ചർച്ചയായതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ പ്രസ്താവന കേരളത്തിലെ മാധ്യമങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും അന്ന് മുഖ്യമന്ത്രി അത് തിരുത്താൻ ശ്രമിച്ചില്ലെന്നും രാജീവ് പറയുന്നു. തുടർന്ന് അത്തരമൊരു നിക്ഷേപ പദ്ധതി തങ്ങൾ ആലോചിച്ചിട്ടില്ലെന്ന് ടാറ്റയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതായി ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതോടെയാണ് സർക്കാരിന് വിശദീകരണം നൽകേണ്ടി വന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതോടെ മുഖ്യമന്ത്രി മാത്രമല്ല കേരളവും അപഹാസ്യമായ സാഹചര്യം നേരിട്ടുവെന്നും രാജീവ് വിമർശിച്ചു. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രത്തിൽ കാണുന്നവർ ടാറ്റ ഗ്രൂപ്പിന്റെ നേരിട്ടുള്ള പ്രതിനിധികളല്ലെന്നും ടാറ്റ ഏറ്റെടുത്തതിനെ തുടർന്ന് സബ്സിഡറിയായ ആർസ്റ്റൺ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് കമ്പനിയുടെ സിഇഒ ശശാങ്ക് എസ് ധ ഉൾപ്പെടെയുള്ള പ്രതിനിധികളാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഹൈദരാബാദ് ആസ്ഥാനമായ ആർസ്റ്റൺ എഞ്ചിനീയറിംഗുമായി LDF സർക്കാർ നേരത്തെ തന്നെ ചർച്ച നടത്തിയിരുന്നുവെന്നും മലബാർ സിമന്റ്സുമായി നിക്ഷേപ സംഗമത്തിൽ ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നുവെന്നും രാജീവ് ചൂണ്ടിക്കാട്ടി. സർക്കാർ മാറിയതിനു ശേഷം പുതിയ ഭരണകൂടത്തെ സന്ദർശിച്ചത് സ്വാഭാവികമായ കോർട്ടസി വിസിറ്റ് മാത്രമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഒരു കാര്യം തീരുമാനമെടുക്കാതെ കിടക്കുകയായിരുന്നു, അതിലിപ്പോഴാണ് തീരുമാനം എടുത്തത് എന്ന മുഖ്യമന്ത്രിയുടെ വാദവും തെറ്റാണെന്ന് രാജീവ് ചൂണ്ടിക്കാട്ടുന്നു. ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് ഫെബ്രുവരിയിൽ തന്നെ പുറത്തിറങ്ങിയതാണെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ധാരണാപത്രത്തിലും ഒപ്പുവെച്ചിരുന്നുവെന്നും അദ്ദേഹം രേഖകളും ചിത്രങ്ങളും സഹിതം ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞു. കൂടാതെ LDF സർക്കാർ തന്നെ പോർട്ട് ട്രസ്റ്റുമായി ചർച്ച നടത്തി പദ്ധതിക്കായി സ്ഥലം അനുവദിക്കുന്ന നടപടികൾ പൂർത്തിയാക്കിയിരുന്നുവെന്നും അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നുവെന്നും രാജീവ് അവകാശപ്പെടുന്നുണ്ട്. വസ്തുതകൾ മറച്ചുവെച്ച് പുതിയ കഥകൾ പറയുന്നത് സംസ്ഥാനത്തിന്റെ നിക്ഷേപ അന്തരീക്ഷത്തെ തന്നെ ബാധിക്കുമെന്നും ഇത്തരം അവകാശവാദങ്ങൾ കേരളത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുമെന്നും മുൻ മന്ത്രി മുന്നറിയിപ്പ് നൽകി. അതേസമയം കഴിഞ്ഞ സർക്കാർ ആരംഭിച്ച പദ്ധതികൾ തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നിലവിലെ വ്യവസായ മന്ത്രി പറഞ്ഞത് സ്വാഗതാർഹമാണെന്നും എന്നാൽ വസ്തുതാവിരുദ്ധമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി സ്വയം പരിഹാസ്യനാകരുതെന്നും പി രാജീവ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വിമർശിക്കുന്നുണ്ട്. ടാറ്റ നിക്ഷേപവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സർക്കാരും പ്രതിപക്ഷവും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ യഥാർത്ഥ വസ്തുതകൾ എന്തെന്ന ചർച്ചയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ കൂടുതൽ ശക്തമാകുന്നത്.